ഈ ആഴ്ച മുതൽ ബിഗ് ബോസ് ഹൗസിനെ നയിക്കുന്നത് ക്യാപ്റ്റൻ ആണല്ലോ. ഇതുവരെയുള്ള ദിവസങ്ങളിൽ പവർ ടീമും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് പവർ ടീം ആയിരുന്നു കൂടുതലായിട്ട് അവിടെ ഇത് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ആഴ്ച മുതൽ നന്ദനയാണ് ക്യാപ്റ്റന്. നന്ദനയ്ക്ക് കൂടുതൽ ഇത് അധികാരം കിട്ടിയിരിക്കുകയാണ്. മറ്റേന്ന് പറയാൻ ഓരോ ടീമിന്റെ ക്യാപ്റ്റന്മാർക്കും കുറച്ച് കുറച്ച് അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പവർ ടീമിന് മൊത്തമായിട്ടുള്ള അധികാരവും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്യാപ്റ്റന്റെ റോൾ അവിടെ തീരെ കുറവായിരുന്നു. എന്നാൽ ഇപ്പം കൂടുതലായിട്ട് ചുമതല ഏറ്റിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഓരോ ടീം അംഗങ്ങളെയൊക്കെ തിരിച്ചു കേട്ടോ, ഓരോരുത്തർക്കും തട്ടാണൽ ടീമിലും ഡെന്നിലും നെക്സ്റ്റിലും എല്ലാ ആൾക്കാരും ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഓരോ അംഗങ്ങളെയും തിരിച്ചത് കേട്ടോ. പക്ഷെ അവിടെ ഒരു പാവപ്പിഴ പറ്റിയിട്ടുണ്ട്. ബസൽ ടീമിൽ ജിൻഡോയും റസ്മിനുമാണ്. ജിൻഡോയും റസ്മിനും എപ്പോഴും ശത്രുക്കളാണെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ മനഃപൂർവ്വം ഇവരെ രണ്ടിനെയും കൂടെ ഒരു സ്ഥാനത്തേക്ക് ആക്കിയിരിക്കുകയാണ്. ഇപ്പൊ റസ്മിന് ഒരു രീതിയിലും ജിൻഡോയുമായിട്ട് അടുക്കുന്ന വ്യക്തിയല്ല. ജിൻഡോ പിന്നെയും കുഴപ്പമില്ല എന്നുള്ള മട്ടി നിൽക്കും. പക്ഷെ റസ്മിന് എപ്പോഴും എടോ വാടോ പോടോ എന്നും പറഞ്ഞുകൊണ്ട് തട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ് ജിൻഡോ. വെസൽ ടീമിൽ രണ്ടുപേരും കൂടെ വന്നപ്പോ എങ്ങനെ ഇരിക്കുന്ന കണ്ടറിയാം. എന്തായാലും റസ്മിന് ഈ ആഴ്ച യെല്ലോ കാർഡ് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അവിടെ ആള് കളിക്കാൻ ചെന്നാൽ മിക്കവാറും അടുത്ത ആഴ്ച വെളിയിൽ പോകാൻ സാധ്യതയുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ റസ്മിൻ ഇത്രയും മയത്തിൽ നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്കത് കണ്ടറിയാം. അതിനിടയ്ക്ക് സായിൻ സിജോയും കൂടെ നന്ദനയോട് റൂമിൽ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ അങ്ങേരെ കൂടുതലൊന്നും ദേഷ്യപ്പെടാനൊന്നും അങ്ങേരോട് പോകല്ലേ, ജിൻഡോയോട് നിനക്ക് പണി കിട്ടും, അതുകൊണ്ട് നീ മയത്തിൽ നിന്നോണം. ഉടനെ നന്ദന പറയുന്നുണ്ട്, അങ്ങനെയുള്ളു ചേട്ടാ, ഞാൻ ഇങ്ങനെ ചേട്ടാ വിളിച്ചൊക്കെ നിൽക്കും, ഞാൻ കൂടുതലായിട്ടൊന്നും ദേഷ്യപ്പെടാൻ പോകത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവരെല്ലാം ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഇപ്പൊ ജിൻഡോയാണെന്ന് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാകും. കാര്യം ഇവര് വൈൽഡ് കാർഡായിട്ട് കയറി വന്നവരാണ് ഇവര് 3 പേര്. ഇവർക്കറിയാം പ്രേക്ഷക പിന്തുണ കൂടുതലുള്ളത് ഇപ്പം ജിൻഡോയ്ക്കാണെന്നറിയാം. അപ്പൊ ജിൻഡോയെ എങ്ങനെയും തരം താഴ്ത്താനേ ഇവര് നോക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് കണ്ടറിയാം ഈ ആഴ്ച ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള പോക്ക്. കാര്യം ഇവരുടെ രണ്ടുപേരുള്ള ടീം, അതായത് റസ്മിനും ജിൻഡോയുമായിട്ടുള്ള ടീം നന്ദനെ ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്നു. ഇവരൊക്കെ ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പൊ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും.